കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഫ്രൈഡേ റെസിപ്പി നോക്കാം. ചോറിൻ്റെ കൂടെയും സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രൈ ആണ് കേട്ടോ. കോവയ്ക്ക വെച്ചാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. കോവയ്ക്ക കൊണ്ട് തോരനും കറിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ, സൂപ്പറാണ് കേട്ടോ. അതിനായിട്ട് ഫ്രഷ് കോവയ്ക്ക വേണം. കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് നെടുകെ കട്ട് ചെയ്തിട്ട് 3 ഭാഗങ്ങളാക്കി എടുത്താൽ മതി. വളരെ നൈസ് ആവണ്ട, എന്നാൽ ഭയങ്കര കട്ടിയും കൂടണ്ട. കോവയ്ക്കയുടെ തോല് ഭാഗത്തിനൊക്കെ കുറച്ച് തിക്നെസ് കൂടുതലല്ലേ, അപ്പോൾ ഫ്രൈ ആക്കി എടുക്കാൻ ഒരേപോലെ വേണം കട്ട് ചെയ്യാൻ കേട്ടോ. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും കൂടെ ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇതേപോലെ കോവയ്ക്ക എല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരല്പം പഴുപ്പുള്ളതാണ്, ഒരു ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടാവും. അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ. എന്നാൽ നന്നായി പഴുത്തത് എടുക്കണ്ട കേട്ടോ, അത് കുഴഞ്ഞു പോകും. ഇതേപോലെ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു കോട്ടിങ്സ് വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ എടുത്തു, പിന്നെ പാകത്തിന് ഉപ്പിട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് എടുത്തത്. ഇനി വേണ്ടത് കോൺഫ്ലവർ ആണ് കേട്ടോ. കോൺഫ്ലവർ നമ്മൾ 3 കപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ 1 കപ്പ് അരിപ്പൊടിയും കൂടി ചേർക്കണം. അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിരിക്കും ഫ്രൈ. നമ്മൾ ചിക്കനൊക്കെ വറക്കുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ. ഞാനിവിടെ ചെറിയ 3 കപ്പ് കോൺഫ്ലവറും ഒരു ചെറിയൊരു കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്തു. പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസ് എടുത്ത് ഒഴിക്കാം. പകുതി ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, കുറച്ച് കേട്ടോ. ഒരു പുളിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. നല്ല വെള്ളം കൂടണ്ട കേട്ടോ, എന്നാൽ നല്ല കട്ടിയാവാനും പാടില്ല. കോട്ടിങ്സ് ഭയങ്കര തിക്കാവുമ്പോൾ ഫ്രൈ ആയി കിട്ടാൻ കുറച്ച് പാടാവും കോവയ്ക്ക, അപ്പോൾ നോക്കിയിട്ട് ചെയ്യണം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയോ പെരുംജീരകപ്പൊടിയോ ഒക്കെ ഉള്ളവർക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അല്പമായിട്ട് കൂടുതൽ ഫ്ലേവർ വരാത്ത രീതിയിൽ ഞാൻ ചേർത്ത പൊടികളാണ് ഇത് കാണിച്ചിട്ടുള്ളത് കേട്ടോ. പെരുംജീരകപ്പൊടിയൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. എനിക്കൊരല്പം വെള്ളം കൂടിയിട്ടുണ്ട്, ഇത്രയും വേണ്ട. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് നമുക്ക് നേരത്തെ ചേർക്കായിരുന്നു, ഞാനത് വിട്ടുപോയി. അതും കൂടി ഇതിലേക്ക് ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നന്നായി അരിഞ്ഞത് ചേർക്കണം. ചതച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫ്രൈയിലേക്ക് ഇടുമ്പം എണ്ണയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വരും. ഇനി നമുക്ക് ഉടനെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോവയ്ക്ക ഈ മാവിലേക്ക് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. നല്ല ചൂടായതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ പച്ചവെള്ളം കലർത്തിയ മാവാണ് മുക്കിയിട്ടാണ് എണ്ണയിലേക്ക് ഇടുന്നത്. അപ്പോൾ പൊട്ടിത്തെറിക്കുന്നതൊക്കെ നോക്കണം. ഒരല്പം വെള്ളം കൂടിയതുകൊണ്ട് മാവ് ഒന്ന് സ്പ്രെഡായി കുറച്ചും കൂടി തിക്നെസ് ആവാം. ഇതേപോലെ എന്നിട്ട് നോക്കിയിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരല്പസമയം വെച്ചിരുന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ ഒന്ന് ഫ്രൈ ആയിട്ട് വരും. നമുക്കൊന്ന് ഇടയ്ക്ക് ഇളക്കിയൊക്കെ ഇട്ട് നോക്കിയാൽ അത് ക്രിസ്പി ആയിട്ട് തോന്നും. ആ സമയം നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എണ്ണയൊന്നും അധികം കുടിക്കില്ല, കുറേ സമയമൊന്നും വെക്കണ്ട. ഇനി ഒരു ടേസ്റ്റിനും ഡെക്കറേഷനും വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് ഈ ഫ്രൈയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇത് നമുക്ക് ചായയുടെ കൂടെ ചൂടോടെ കഴിക്കാനും രസമാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയും സൂപ്പറാണ്. എല്ലാവരുടെയും അഭിപ്രായം പറയൂ.